കോഴിക്കോട്ടെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായ വടകരയിൽ ഇത്തവണയും ജനതാ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടും. TP വധത്തിന് ശേഷം എത്തുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായതിനാൽ ആറമ്പിയും ശക്തമായി രംഗത്തുണ്ട്. സിറ്റിംഗ് MLA CK നാണുവിനെ തന്നെയാവും ഇടതുമുന്നണി പരിഗണിക്കുക. അതേസമയം UDFൽ JDU ജില്ലാ അധ്യക്ഷൻ മനയത്ത് ചന്ദ്രനാണ് സാധ്യതാ പട്ടികയിൽ മുൻപിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ വടകരയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ജനതാ പാർട്ടികളാണ് ഏറ്റുമുട്ടുന്നത്. ജനതാദളിലെ പിളർപ്പിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഇടതുമുന്നണിയോടൊപ്പം നിന്ന JDSലെ CK നാണുവിനായിരുന്നു. അഴിമതിയുടെ കറപുരളാതെ ആരോഗ്യമേഖലയിലും കായികരംഗത്തും മണ്ഡലത്തെ കൈപിടിച്ചുയർത്താനായെന്ന് CK നാണു പറഞ്ഞു. കുറച്ചുകാലം MLA ആയി രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് എൻ്റെ നാട്ടിലെ അങ്ങാടിയിലൂടെ ഒരു കറയേൽക്കാതെ കണ്ട് ഒരു ആക്ഷേപമില്ലാതെ കണ്ട് നടക്കാനുള്ള അവസരം എനിക്ക് സാധിച്ചു. കിട്ടിയ അവസരങ്ങളിൽ പരമാവധി രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തിരിക്കുന്നു. അതേസമയം അഴിമതി ആരോപണത്തിലുപരി മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വടകരയിൽ കാര്യമായ വികസനം കൊണ്ടുവരാനായിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് ഡെവലപ്മെന്റ്സ് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ കോഴിക്കോട് ജില്ലയിൽ പല ഭാഗത്തുണ്ടായപ്പോൾ വടകര മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു പ്രവർത്തനം നടത്തുവാൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല. RMPക്ക് നിർണായക സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന വടകരയിൽ KK രമയെ രംഗത്തിറക്കി ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് RMPയുടെ ശ്രമം. വികസനത്തെക്കാൾ ഉപരി രാഷ്ട്രീയം ചർച്ചയാവുന്ന വടകരയിൽ ഇത്തവണയും ജനതാ പാർട്ടികൾ തമ്മിലാണ് മത്സരം. TP വധത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും വരുന്ന തെരഞ്ഞെടുപ്പിനുണ്ട്. വടകരയിൽ നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ.